ഫ്രണ്ട്സ്, സോണി 32 ഇഞ്ച് ഈ ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻ്റാണ്. CKV ലൈനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു മോഡലിനെല്ലാം CKV ലൈനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രോബ്ലം എല്ലാ സെറ്റിലും കാണുന്നുണ്ട്. ഒന്നുകിൽ ഡബിൾ ഇമേജ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ്, പിന്നെ കളറ് ചേഞ്ച് ആവാം. കളർ ബ്ലൂവും ഗ്രീനും മിക്സ് ആയിട്ടുള്ളൊരു കളർ വരും, പ്രോപ്പർ കളർ വരില്ല 15 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ. ഇതെല്ലാം CKV ആയിട്ട് ക്ലോക്ക് സിഗ്നലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻ്റാണ്. മൊബൈലിൻ്റെ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഇത് അത്രയ്ക്കും ക്ലിയർ ആയിട്ട് വരുന്നില്ല. കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഈ ഏരിയയൊക്കെ ലൈൻ കാണാം, ഹൊറിസോണ്ടൽ ലൈൻസ് കാണാം. അല്ല, അവിടെയൊക്കെ ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്. അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്. ഇച്ചിരി ക്ലിയർ അല്ല അത്. ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പാനലിൻ്റെ ഉള്ളിൽ സ്കാനിങ്ങിന് ഉള്ള ക്ലോക്ക് സിഗ്നൽ ലെവൽ ഷിഫ്റ്റ് റൈസിൽ വരുന്ന സ്കാനിങ് ക്ലോക്ക് സിഗ്നൽസ് ലൈനിൽ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കാർബൺ ഫില്ലായിട്ടോ എന്തെങ്കിലും രീതിയിലൊക്കെ അതിൽ വളരെ തിന്നായിട്ടുള്ള ലൈൻസ് ഇൻസൈഡ് പാനലിൻ്റെ ഉള്ളിൽ ഷോർട്ടാവുന്ന ഒരു സംഭവമാണിത്. ഈ ഒരു സംഭവത്തിന് നമുക്ക് മറ്റുള്ള സ്കൈലർ ബോർഡിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റില്ല. അതായത് സ്കൈലർ ബോർഡിൻ്റെ ഒരു കംപ്ലൈൻ്റ് അല്ല, അത് പാനലിൻ്റെ ഉള്ളിലെ കംപ്ലൈൻ്റാണ്. അപ്പോൾ CKV ലൈന് സാധാരണ 32 ഇഞ്ചിനൊക്കെ വരുന്ന CKV 1 ഉണ്ട്, CKV B1 ഉണ്ട്, CKV 2 ഉണ്ട്, CKV B2 ഉണ്ട്. ടോട്ടല് 4 ക്ലോക്ക് സിഗ്നൽസാണ് വരുന്നത്. 1ഉം അതിൻ്റെ പേരിൽ 2ഉം. അപ്പോൾ അത് ഒരു CKV 1ഉം B1 ഒക്കെ CKV 1 B1 ഒരു പെയറാണ്, CKV 2 B2 മറ്റൊരു പെയറാണ്. അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പാരലലായിട്ടാണ് പാനലിനുള്ളിലേക്ക് സിഗ്നൽ പോണത്. അത് റൈറ്റ് സൈഡിലും ഷോർട്ടാവാം, ലെഫ്റ്റ് സൈഡിലും ഷോർട്ടാവാം. അത് നമ്മൾ കട്ട് ചെയ്ത് തന്നെ അല്ലെങ്കിൽ മീറ്ററും കൊണ്ട് ഓംസ് ചെക്ക് ചെയ്ത് വാല്യൂ ചെക്ക് ചെയ്തിട്ട് ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. ഈ ഒരു പാനലിൽ ഷോർട്ട് ഇപ്പം ഈ ഒരു കംപ്ലൈൻറ്റ്, ഈ ഒരു പർട്ടിക്കുലർ കംപ്ലൈൻറ്റിന് കാര്യമായ ഷോർട്ടൊന്നും അതിൽ കാണണമെന്നില്ല. മെഗാ ഓംസിൻ്റെ മുകളിലേക്കൊക്കെ ആയിരിക്കും ഷോർട്ട് കാണിക്കുക. ആ ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അപ്പം തന്നെ ഇതിൽ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ മാറ്റ് ലൈൻ പോലെ അങ്ങനെ ലീനിയാരിറ്റി പോലത്തെ ഒരു ലൈൻ കാണുന്നു. അത് ഭയങ്കര കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നൊരു പിക്ചറായിരിക്കും നമുക്ക്. ഈ ഒരു കംപ്ലൈൻറ്റ് ഇന്ന് ഞാൻ ചെയ്യുന്ന കംപ്ലൈൻറ്റ് ആ മാറ്റ് ലൈനാണ് റിമൂവ് ചെയ്യുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ് ഡബിൾ ഇമേജിനും കളർ ചേഞ്ച് ആവുന്നതിന് എല്ലാം ഒന്ന് തന്നെ. ഇതിപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് വന്ന് കുറേ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞത് ഷോർട്ടിലേക്ക് പോവുക. അപ്പോൾ ഈ മാറ്റ് ലൈൻ വന്ന ഉടനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷോർട്ടാവാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. ഈ ഒരു TV വന്നപ്പോൾ തന്നെ കംപ്ലൈൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ചെയ്തത് വൺ സൈഡ് ലെഫ്റ്റ് സൈഡിലത്തെ CKV ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ തന്നെ പിക്ചർ ക്ലിയറായി. എൻ്റെ പ്രോസസ്സ് നോക്കാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത സൈഡ് ഇതാണ്. ഈ ഒരു ഇതിൽ എല്ലാ CKV കട്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിലത്തെ CKV 1, B1, CKV 2, CKV B2. പക്ഷെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ CKV ഏതാണെന്ന് കൃത്യമായിട്ട് അറിയണം. അറിയാതെ നമ്മൾ കട്ട് ചെയ്താൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം ഫസ്റ്റ്.
ഐഡൻറ്റിഫിക്കേഷനാണ് മെയിനായിട്ട് നമുക്ക് അറിയേണ്ടത്. അതിപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ കട്ട് ചെയ്തിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ അതേപോലെ തന്നെ അത് സോൾഡർ ചെയ്ത് വെച്ചതിന് ശേഷം റൈറ്റ് സൈഡ് നമ്മൾ കട്ട് ചെയ്യണം. ഇതിൻ്റെ ഒരു അനിമേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആ രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ഇമേജ്, അതുപോലെ തന്നെ കളർ ചേഞ്ച്, അതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ലീനിയാരിറ്റി പോലുള്ള മാറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു പാനലിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് മാറും, കംപ്ലൈൻ്റ് ഒന്നുമില്ല, ടി വി നന്നായിട്ട് വർക്ക് ചെയ്യും, റിട്ടേണും വന്നില്ല. ഓക്കെ, അപ്പോൾ ഈ അനിമേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. അത് നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പാനൽ ഒരുപാട് സാംസങ്ങിൻ്റെയാണ്, ഇത് സോണിയിൽ വരുന്നതാണ്. ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, ഒന്നൊന്നുമല്ല, ഒരുപാട് ശരിയാക്കി വിട്ടിട്ടുണ്ട്. ഒരു കംപ്ലൈൻറ്റ് പിന്നെ കണ്ടിട്ടില്ല. ഓക്കെ, ഇതാണ് സ്കെൽറ്റ് ബോർഡിൽ വരുന്ന ലെജൻഡുകൾ. ആ എഴുതിയിട്ടുള്ള ലെജൻഡുകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അത് ബികോമാണ്, അത് CKV1, CKV2, CKV-B1, CKV-B2. അതാണ് നമുക്ക് വേണ്ടത്. ഇത് VST ആ ലെജൻഡിൻ്റെ ഓർഡറിൽ വരുന്നതാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത, അതൊന്നും കട്ട് ചെയ്യണ്ട. നമുക്ക് CKV ആണ്, ക്ലോക്ക് സിഗ്നൽസിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ CKV1 ഇത് തന്നെയാണ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. അത് റൈറ്റ് ടു ലെഫ്റ്റിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണുമ്പോൾ CKV1 ഇങ്ങനെ എണ്ണി വരുമ്പോൾ, CKV2 ഇങ്ങനെ എണ്ണി വരുമ്പോൾ, റൈറ്റ് സൈഡിൽ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. 1, CKV1, CKV2, CKV-B1, CKV-B2 ഇങ്ങനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരിക. ഇത് പാരലൽ കണക്ഷനാണിത്. ഇത് നമ്മൾ മൾട്ടിമീറ്റർ ബസർ മൗണ്ടിലിട്ടിട്ട് കണ്ടിന്യൂറ്റിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ അത് സ്ക്രാച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബസർ കിട്ടണം അവിടെ, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ബസർ കിട്ടുന്നത്. ഇതിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഇത് തന്നെയാണത്. റൈറ്റിൽ വേറെ ലെജൻഡൊന്നുമില്ല. ലെജൻഡ് അവർ എക്സ്ട്രാ ഒറ്റ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ CKV1, CKV-B1 ആണ് ഒരു പെയർ. അതായത് CKV1, B1 ഒരു പെയർ. CKV2, CKV-B2 മറ്റൊരു പെയർ. ഇങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലും പെയറുകൾ സെപ്പറേറ്റ് വരുന്നു. ലെഫ്റ്റ് സൈഡ് സ്കാനിങ്, റൈറ്റ് സൈഡ് സ്കാനിങ്. CKV2, B2 പാരലൽ വന്നിട്ട് രണ്ട് സൈഡിലേക്ക് ഇറങ്ങാണ് ചെയ്യുന്നത്. ഞാനിതിൽ ഇത് കട്ട് ചെയ്തു. CKV ലൈൻസ് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം പാനൽ സൈഡിലേക്ക് പോകണ എല്ലാ CKV കൂടെ തമ്മിൽ ഷോർട്ട് ചെയ്തു. ഇൻ കേസ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ലൈൻ ഒക്കെ വെർട്ടിക്കൽ ലൈൻ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, ചിലത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈനുകൾ പ്രത്യക്ഷപ്പെടും. അതായത് മൂവ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈനുകൾ വരും കട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഒരു കാരണവശാലും നമ്മൾ CKV കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആക്കി ഇടരുത്. അതിന് നമ്മൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് പല വോൾട്ടേജുകളും അതിലേക്ക് നമ്മൾ കൊടുക്കണം. ഈ ഒരു കംപ്ലൈൻറ്റിൽ എനിക്ക് തമ്മിൽ ഷോർട്ട് ചെയ്ത് ഇട്ടപ്പോൾ മാത്രം പിക്ചർ ക്ലിയറായി. അതായത് കട്ട് ചെയ്ത പാനൽ സൈഡ് എല്ലാം കൂടെ ഒരുമിച്ച് പാനൽ സൈഡ് കംപ്ലീറ്റ് ഷോർട്ട് ചെയ്തപ്പോൾ തന്നെ എല്ലാം ക്ലിയറായി. പക്ഷേ ഈ ഒരു കംപ്ലൈൻറ്റിന് അങ്ങനെ ചെയ്തപ്പോൾ ശരിയായി.
മറ്റുള്ള ചില കംപ്ലൈൻറ്റിന് ഇത് മതിയാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെർട്ടിക്കൽ മൂവിങ് ലൈൻസ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അതിലേക്ക് VGH വോൾട്ടേജ് എടുത്ത് കൊടുക്കുക. പല സൈഡ് ഷോർട്ട് ചെയ്തതിന് ശേഷം VGH ലൈൻ എടുത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനുകൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ലൈനുകൾ വന്നാൽ ഗ്രൗണ്ട് കൊടുക്കുക. ഗ്രൗണ്ട് കൊടുത്തിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ VGL എടുത്ത് കൊടുക്കുക. എല്ലാ പാനലിലും ഇത് തന്നെയാണ് പ്രോസസ്സ്. ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുള്ള ലെഫ്റ്റിൽ മാത്രമാണ്. ലെഫ്റ്റിൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോബ്ലം സോൾവ് ആയില്ലെങ്കിൽ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സോൾവ് ചെയ്തതിന് ശേഷം റൈറ്റ് ട്രൈ ചെയ്യണം. ഇതേപോലെ തന്നെ റൈറ്റ് ട്രൈ ചെയ്യണം. ഓക്കെ, ഞാനിത് ചെയ്തതിന് ശേഷം പക്ക ആയിട്ടുണ്ട്.